എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിലേ, അതായത് 90 കിഡ്സിന്റെ കാലത്തില്, ഇത് വെറും ഒരു അമ്മിഞ്ഞിയായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി വളർത്താനുള്ള ഒരു വസ്തു. അത്രേ ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ വളർന്ന ഈ കാലഘട്ടത്തിൽ 2026 എത്തിയപ്പോ ഇത് വെറും ഒരു കോണ്ടന്റ് ആയിട്ട് മാറിയിരിക്കും. ഇന്നലെ നടന്ന ഒരു പരിപാടി ഒരു ഹൈലൈറ്റ് മാളിലാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. DJ സെന എന്ന് പറയുന്ന ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു DJ പാട്ടൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ആ വ്യക്തി ഇന്നലെ കാണിച്ചു കൂട്ടിയ ചില ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ. അവര് ഡാൻസ് എന്നാണ്, DJ പരിപാടി എന്നാണ് അതിനെ അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം അലോസരമാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ അങ്ങേയറ്റം ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ അവരത് സ്റ്റേജിൽ വെച്ചുകൊണ്ട്, എനിക്ക് എങ്ങനെയാണ് ഇപ്പൊ അത് തുറന്ന് പറയാന്ന് എനിക്ക് നിർവാഹമില്ല. കാരണം അത് പറഞ്ഞ് ചിലപ്പോൾ ഞാൻ അതിനെ വേറെ രൂപത്തിൽ ചിത്രീകരിക്കും. ഞാൻ അതിനെ പറയുന്നതിനേക്കാൾ നല്ലത് അതിനെ പറയേണ്ട ആളുകൾ പറയുന്നതല്ലേ. ഒന്ന് കേട്ടു നോക്കി. എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിലേ, അതായത് 90 കിഡ്സിന്റെ കാലത്തില്, ഇത് വെറും ഒരു അമ്മിഞ്ഞിയായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി വളർത്താനുള്ള ഒരു വസ്തു. അത്രേ ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ വളർന്ന ഈ കാലഘട്ടത്തിൽ 2026 എത്തിയപ്പോ ഇത് വെറും ഒരു കോണ്ടന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപറ്റം സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള ഒരു ജീവിതമാർഗം. ഇതൊരു പക്ഷെ അളവിൽ കൂടുതൽ അമിതമായി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ സ്ത്രീകളൊക്കെ ആത്മഹത്യ ചെയ്തേനെ, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചേനെ എന്ന് തോന്നിപ്പോവാണ് ഇതൊക്കെ കാണുമ്പോൾ. എന്തായാലും ഡാൻസിന്റെ ഇടയിൽ ആരും കയറി ചെല്ലാതിന് നന്നായി. ചിലപ്പോൾ അത് മുട്ടിയിട്ട് മരണപ്പെട്ടേനെ. സമ്മതിക്കണം. കണ്ടല്ലോ നിങ്ങള് എത്ര കൃത്യമായിട്ടാണ് ആ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നത്. ഇതിനൊക്കെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പുതുതലമുറ. ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ആദ്യം എടുത്തിടുന്ന ഒരു കാര്യം ബോഡി ഷെയ്മിങ് ആണ്. ഇങ്ങനെ ഒരു ബോഡി ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. എന്നാൽ ഈ ഒരു വീഡിയോ, ഈ ഒരു പിക്ചറൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ DJ സെന എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അത് സോഷ്യൽ മീഡിയയിലാണ് ഇട്ടിട്ടുള്ളതെന്ന് കൂടെ അവർ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാവട്ടെ ആർക്കും എന്തും ഏത് രൂപത്തിലും വിളിച്ചു പറയാൻ ഉതകുന്ന രൂപത്തിലാണ് ഉള്ളതും. ആളുകൾ അവർക്ക് തോന്നിയതുപോലെ പറയും. ബോഡി ഷേമിംഗ് നടത്തും ഞാൻ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതൊക്കെ മാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ആളുകളാകട്ടെ ആ ഒരു കമന്റ് ബോക്സിന്റെ അടിയിൽ പറയാൻ ബാക്കി ഇനി ഒന്നുമില്ല എന്നുള്ളതാണ്. കാരണം അത്രക്ക് മോശമായിട്ടാണ് പല ആളുകളും ഇതിനെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്നത് ഈ ഒരു വിഷയം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ സ്ത്രീക്കും അവരുടെ ശരീരം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ശരീരത്തിനെ ഈ രൂപത്തിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ സ്ത്രീയുടെ ശരീരത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിക്കാൻ കഴിയൂല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അവര് തുറന്ന് പറയും. ആ തുറന്ന പറച്ചിലിനെ പോലും ബോഡി ഷെയ്മിങ് ആണെന്ന് വിലയിരുത്തിക്കൊണ്ട് അതിനെ ആക്ഷേപിക്കുകയാണ് ഇതുപോലെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും പറയാറുള്ള ഒരു കാര്യം എന്താണ്? മൈ ബോഡി മൈ ചോയ്സ്. ഓക്കെ, സമ്മതിച്ചു, നിങ്ങളുടെ ശരീരമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ ഈ ചെയ്യുന്നതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സംഗതി ചെയ്തിട്ട് ഇത് ആരും കാണാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ ഒരാൾക്കും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കാരണം ആരുടെ മുമ്പിലേക്കും ഇത് എത്തുന്നില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ഇത് ഇടുകയും അത് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ അഭിപ്രായം പറയും. അത് ഏത് രൂപത്തിലാണ് എന്നുള്ളതല്ല കാര്യം, നല്ലത് ചീത്ത എന്നുള്ളതിലല്ല. കാരണം ആളുകൾ അവർക്ക് തോന്നിയ രൂപത്തിൽ പറയും. ഒരുപാട് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സഹോദരിമാരാണ് ഈ ഒരു വിഷയത്തിന് റിയാക്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുമ്പ് കാണിച്ചു തന്നിട്ടുള്ളത്. സ്ത്രീയുടെ ശരീരമാണ് ഇന്ന് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നീലക്കുയിൽ പോലെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കൂല, മറിച്ച് ചില ചാനലുകൾ, ചില പേജുകളുടെ ഉടമകൾ അവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങൾ നോക്ക്. ഒരു സ്ത്രീ വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ
ഏതൊക്കെ ഭാഗങ്ങളാണോ ഷൂട്ട് ചെയ്യേണ്ടത് അത് മാത്രം അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് സൂം ചെയ്തുകൊണ്ട് അവർ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ കഴിഞ്ഞ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ഒരു പരിപാടിക്ക് പോലും എത്ര സ്ത്രീകളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമാണ് ഷൂട്ട് ചെയ്തുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള ചാനലുകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എത്ര ആളുകൾ പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനെതിരെ നടന്നു. എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഇவ்விധം ഓരോന്ന് കാണിച്ച് കൂട്ടിക്കൊണ്ട് നിങ്ങളത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? അതുകൂടെ ഒന്ന് പറഞ്ഞു തരണം. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളങ്ങ് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇന്നും ബസ് കിട്ടാത്തവരാണ് എന്നാണ് പലരും ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സ്ത്രീയോട് അവളുടെ ശരീരം ഒന്ന് മറക്കണം, അവരുടെ ശരീരം എന്ന് പറയുന്നത് അന്യ പുരുഷന്മാർക്ക് കൊത്തി വലിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഇട്ട് കൊടുക്കരുത് എന്ന് ഞങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ആ സ്ത്രീകളുടെ ശരീരത്തിനോടും അവരോടുമൊക്കെയുള്ള ആദരവാണ്, അവരുടെ സേഫ്റ്റിക്കാണ് അങ്ങനെ പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ ഞങ്ങളൊക്കെ അങ്ങേയറ്റം അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇടുന്ന ഒരു കമൻ്റാണ് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വാഹനം കിട്ടാത്തവരെന്ന് പറയുന്നത്. അതേ ആളുകൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം. കാരണം ചിലതൊന്നും കണ്ണിന് കാണുമ്പോൾ അങ്ങോട്ട് ദഹിക്കൂല. കാരണം അவ்விധമാണ് പല കാട്ടിക്കൂട്ടലുകളും വരുന്നത്. സ്ത്രീയോട് ഹിജാബ് നിഖാബൊക്കെ ഇടാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്കുള്ള പ്രൊട്ടക്ഷൻ ആണ് അതെന്നതാണ്. സ്വാതന്ത്ര്യമാണ് പെണ്ണിനെന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ ഒരു കമന്റ് ബോക്സിന്റെ അടിയിൽ വന്ന അത്രയും കമന്റുകൾ ഇവർക്കെതിരാണ്? ആ കമന്റുകൾ എങ്ങനെയാണ് ഇവർക്കെതിരായിട്ട് വന്നത്? അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് അത്രയും മോശമായിട്ട് പെരുമാറിയ ആളുകൾ മതപണ്ഡിതന്മാരാണോ? അല്ല. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കരുത് എന്ന് ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്യലും ഫോളോ ചെയ്യാതിരിക്കലും ഒക്കെ അവരുടെ കടമയാണ്. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ഇങ്ങനെ മോശമായ കമന്റുകൾ ഉസ്താദുമാർ ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് പല രൂപത്തിൽ പല രീതിയിൽ കമന്റുകൾ എഴുതിയവരുണ്ട്. എന്തുകൊണ്ടാണ് ഈ സാധാരണ ആളുകൾ ഇത്രയും മോശമായിട്ട് ഇതിനെ ചിത്രീകരിക്കാനുള്ള കാരണം? ഈ സാധാരണ ആളുകൾ തന്നെയാണല്ലോ ഇങ്ങനെയുള്ള പരിപാടികൾ വേണം, ഈ പരിപാടികൾ കാണാൻ അവർ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നത് സാധാരണ ആളുകൾ തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ മോശമായിട്ട് കമന്റ് ഇട്ടിട്ടുള്ളത്? സ്വന്തം മക്കളുടെ കൂടെ ഫാമിലി ആയിട്ട് പോലും ഇരുന്നു കൊണ്ട് റീൽസ് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത ഒരു വീഡിയോയാണത് എന്നുള്ള കൃത്യമായ ബോധം അവർക്കുള്ളത് കൊണ്ടല്ലേ? കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്ക് നിങ്ങൾ. എന്തോ ഒരു വേണ്ടാത്തരം അതിലുണ്ട്. അതെന്താണെന്ന് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ട ആളുകൾക്കും അറിയാം, എന്നെ കേൾക്കുന്ന ആളുകൾക്കും അറിയാം. അതിനെ തന്നെയാണ് ആളുകൾ എതിർക്കുന്നത്. അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ബോഡി ഷെയ്മിങ് ആണ്. ശരിയാണ്, ബോഡി ഷെയ്മിങ് നടത്തിയ ഒരുപാട് ആളുകൾ ഉണ്ട് അതില്. പക്ഷേ ബോഡി ഷെയ്മിങ്ങിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് പാടില്ല, ഇത് ചെയ്യരുത് എന്നുള്ളതിനെ പാടെ തട്ടിക്കളയുന്ന ഒരു പ്രവണതയും അതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ന്യായീകരിക്കുന്നുണ്ട്, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത്. ഇത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ DJ സന എന്ന് പറയുന്ന വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ട് മോശമായ കമന്റ് ഇട്ടുകൊണ്ട് ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു, ബോഡി ഷെയ്മിങ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ഒരു പോസ്റ്റർ പോലും സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാരണം ആ ഒരു വീഡിയോയുടെ അടിയിൽ പോയിട്ട് മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്
ഞങ്ങൾ ഉപദേശിച്ചതാണ് എന്നാണ്. ചില ആളുകൾ കൃത്യമായി ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പല രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെ വരെ മുൻനിർത്തിക്കൊണ്ട് പല ആളുകളും കമന്റിൽ ഒരുപാട് ഹീനമായ പ്രവൃത്തികൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അത് ബോഡി ഷെയ്മിംഗ് തന്നെയാണ്. ആ ഒരു കാര്യത്തിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യൂല, അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം അതൊരാൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. നിങ്ങൾ ഇവിടെ ഉപദേശിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് നിങ്ങൾക്ക് മാന്യമായിട്ട് ചെയ്യാം. മാന്യമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഉപദേശത്തിന് ഒരു രീതിയുണ്ട്. ആ രീതിക്ക് ഉപദേശിച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ നന്നാകും.